ഹരിയാനയിൽ 63, ഹരിയാനയിൽ 63, 63. വിജയകുമാർ എങ്ങനെ താങ്ങി നിൽക്കുന്നു ഇത്? 63. വിജയകുമാർ താങ്ങാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. 63. ബിജെപി 21, ജെജെപി 0, INLD 1, അതേഴ്സ് 1. ബിജെപി ആസാൻ നോക്കുക. ഒരു കുഞ്ഞുമില്ല, ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. ശോകമൂകം. കശ്മീർ 40, ഇന്ത്യ സഖ്യം 40, ബിജെപി 29. നമുക്ക് ഒന്നുകൂടെ ലാസ്റ്റ് അപ്ഡേറ്റ്. ഹരിയാന ടോട്ടൽ സീറ്റ് 90, കോൺഗ്രസ് 63, ബിജെപി 21, ജെജെപി ഒന്നുമില്ല, INLD മറ്റുള്ളവർ. ഇനി ജമ്മു ആൻഡ് കാശ്മീർ ടോട്ടൽ സീറ്റ് 90, ഇന്ത്യ സഖ്യം 40, ബിജെപി 29, മറ്റുള്ളത് കാണുന്നില്ല. പോയി. മറ്റുള്ളത് ഇപ്പൊ കാണുന്നില്ല. എടുത്ത് മാറ്റി കളഞ്ഞു. നമ്മുടെ ആവേശം. PDP PDP 5, അതേഴ്സ് 11, ആം ആദ്മി പാർട്ടി ഒന്നുമില്ല. എങ്ങോട്ട് പോയി? ഒന്നുമില്ല. ഒന്നുമില്ല. ആം ആദ്മി പാർട്ടി ഒന്നുമില്ല. APക്ക് ഒന്നുമില്ല, ജെജെപിക്ക് ഒന്നുമില്ല, ജെജെപിക്ക് ഒന്നുമില്ല, APക്ക് ഒന്നുമില്ല. വട്ടപൂജ്യം. കണക്കായി പോയി. 63 കോൺഗ്രസ് 63. ഹരിയാനയിൽ തൂത്തുവാരുന്നു. അടപടലം വീണു ബിജെപി. ആസ്ഥാനം ശോകമൂകം. ബിജെപിക്ക് 21 സീറ്റുകൾ 63-21. കോൺഗ്രസ് 61. അതായത് 90 സീറ്റുകളിൽ 63 സ്ഥലത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. 90-ൽ 63. 97, 70% സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു. പിന്നെ ഈ 63 എനിക്കും 90ന്റെ ഫല സൂചനകൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇനിയും കുറച്ച് സീറ്റുകൾ കൂടി ബാക്കിയുണ്ട്. പക്ഷേ അപ്പോഴേക്കും 63 ലീഡ് ഉണ്ട്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. EVM-ലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട് അവിടെ. കശ്മീരിലാണെങ്കിലും ഇന്ത്യ സഖ്യം, അത് രണ്ടും എക്സിറ്റ് പോളുകൾ പ്രകാരം കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 41 ജമ്മു ഇന്ത്യ സഖ്യം വീണ്ടും ഒരു സീറ്റ് 41 41. യൂട്യൂബിൽ നമ്മളും വിജയ കൂടി പറിക്കുന്നു. 1.5 ലക്ഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു. താങ്ക് യു യൂട്യൂബ് വ്യൂവേഴ്സ്. ടെലിവിഷന്റെ മുന്നിലിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ നമ്മൾ കാണുന്നു. യൂട്യൂബില് 1.5 ലക്ഷം. ഹരിയാനയിലെ താമരപ്പാടങ്ങൾ വാടുന്നേ. ഹരിയാനയിലെ താമരപ്പാടങ്ങൾ നമ്മൾ അടിക്കുന്നതല്ലേ പറഞ്ഞത്. എന്താണ് ആകെ ശോകമൂകവും താമരപ്പാടങ്ങൾ വാടി തുടങ്ങുന്നു. തണ്ടുലഞ്ഞ താമര. വീട് കിടക്കുന്നു. താമരയുടെ തണ്ടുലഞ്ഞു. സ്മിത പാടുന്ന പോലെ വീടിലല്ലോ കിടക്കുന്നു ധരണിയിൽ. വീടിതല്ലോ കിടക്കുന്നു ധരണിയിൽ. അപ്പൊ ഹരിയാനയിലേക്ക് 63, ബിജെപി 21, ജെജെപി ഒന്നുമില്ല, INLD 1, മറ്റുള്ളവർ 1, ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യ സഖ്യം ബിജെപി ഹരിയാനയിൽ മാറും. ഹരിയാനയിൽ മാറും. സഖ്യം 64, ബിജെപി 24. അവിടെ അത് തന്നെ ഇന്ത്യ സഖ്യം 41 ജമ്മു കാശ്മീരിൽ. ഇന്ത്യ സഖ്യം 41 ജമ്മു കാശ്മീരിൽ കളി മാറുന്നു. ഇന്ത്യ സഖ്യം 41 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. ബിജെപി 28, 41 ഇന്ത്യ സഖ്യം 28 ബിജെപി 40 ഇന്ത്യ സഖ്യം 28 ബിജെപി. ഹരിയാനയിലേക്ക് കോൺഗ്രസ് 64, ബിജെപി 64, 64. അപ്പൊ ബിജെപി 64 എടുത്ത് ലീഡ് ചെയ്യുന്നു. ഖത്തറിനെ മാറ്റിയിട്ടും ബിജെപി കട്ട കടിക്കുന്നു. അത് രാജ്യം, ഖത്തർ. ഖത്തറിനെ മാറ്റിയിട്ടും കട്ട അടിക്കണം. അപ്പോ റെഡി. കോൺഗ്രസ് 64 ഇടത്ത് ലീഡ് ചെയ്യുന്നു. വിജയകുമാർ 64, ബിജെപി 24 സ്ഥലത്ത്. ജെജെപി ഇപ്പോഴും വട്ടപൂജ്യം. INLD 1, മറ്റുള്ളവരില്ല. ഹരിയാനയിൽ സ്വതന്ത്രമാരില്ല. സ്വതന്ത്രന്മാര് കാറ്റിൽ പറന്നുപോയി. ഒന്നുകൂടെ ഉള്ള അതെപ്പോ വേണേലും അറിയാം. ബിജെപി ആസ്ഥാനം ശോകമുഖം അല്ലേ? ഒറ്റയാളുടെയും തല വെളി കണ്ടില്ല, ഒരാളെയും കണ്ടില്ല. പ്രവർത്തകർ ഒഴിഞ്ഞ ബിജെപി ആസ്ഥാനം അവിടെ നിശൂന നടപാടുകൾ. ഇത്രയും ശോകമുഖമായി കണ്ടിട്ടില്ല. ബിജെപിക്ക് ഇത് നല്ല സമയമല്ല. എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ കാറ്റ് മാറി വീശുന്നു എന്ന ചോദ്യമാണ്. കാര്യം ഇക്കാലം അത്രയും നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കാഴ്ച. ബിജെപി ആസ്ഥാനത്ത് വലിയ ആഘോഷങ്ങൾ, വലിയ ഗഞ്ചറകുട്ടി പാട്ടൊക്കെ ആണെങ്കിൽ കോൺഗ്രസ് ആസ്ഥാനം സാധാരണ ശോകമുഖമാവുന്നു. ഇവിടെ കോൺഗ്രസ് ആസ്ഥാനത്ത് വീണ്ടും ലടുക്കൽ വരുന്നു. 65. അപ്പൊ കോൺഗ്രസ് സംഖ്യ എത്ര സ്ഥലത്ത്? 65. ബിജെപി 65-23. അപ്പൊ കോൺഗ്രസ് സംഖ്യം 65 ഇടങ്ങളിൽ ലീഡ്.